ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതൂശലേഹിനെ ജനിപ്പിച്ചു. മെതൂശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളും കൂടെ വായിക്കാം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിനു മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. മണലിൽ പതിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രസിദ്ധമായ ചെറുകവിതയിൽ കവി താൻ കണ്ട ഒരു സ്വപ്നം വിവരിക്കുന്നുണ്ട്. ദൈവത്തോടുകൂടെയുള്ള തന്റെ യാത്ര കടൽപ്പുറത്തെ മണലിൽ പതിഞ്ഞ 2 ജോഡി കാൽപാദങ്ങളായി തനിക്ക് കാണാമായിരുന്നു. എന്നാൽ ആ കാൽപാദങ്ങളെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ചില ഇടങ്ങളിൽ ഒരു ജോഡി പാദമുദ്രയെ തനിക്ക് കാണുവാൻ സാധിച്ചിരുന്നുള്ളൂ. ഓർമ്മിച്ചെടുത്തപ്പോൾ ഒരു ജോഡി പാദമുദ്ര കണ്ട ആ കാലഘട്ടം തന്റെ ജീവിതത്തിലെ ഏറ്റവും വൈഷമ്യം നിറഞ്ഞ സമയങ്ങളായിരുന്നു എന്ന് തനിക്ക് മനസ്സിലായി. ദൈവത്തോടായി താൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ നീ എന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് വാഗ്ദത്തം നൽകിയല്ലോ. എന്നാൽ ജീവിതത്തിന്റെ വിഷമസന്ധികളിൽ നീ എന്നെ തനിച്ചാക്കി പോയത് എന്തുകൊണ്ടാണ്? കർത്താവ് ഇങ്ങനെ ഉത്തരം പറഞ്ഞു, മകനെ, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നീ കണ്ട ഒരു ജോഡി കാൽപാദം നിന്റേതല്ലായിരുന്നു. അതെന്റെ കാൽപാദങ്ങളായിരുന്നു. ആ സമയങ്ങളിൽ ഞാൻ നിന്നെ എന്റെ ചുമലിൽ വഹിക്കുകയായിരുന്നു. ഈ അധ്യായത്തിൽ ആദാമിന്റെ തലമുറയിലുള്ളവരുടെ ഒരു വംശാവലി നമുക്ക് കാണാം. ഈ വാക്യങ്ങളിൽ അവരുടെ പേര്, അവർ പിതാവായി തീർന്ന പ്രായം, അവരുടെ ആദ്യ മകന്റെ പേര്, അവർക്ക് മറ്റ് ആൺമക്കളും പെൺമക്കളും ഉണ്ടായിരുന്നു എന്ന വസ്തുത, അവർ മരിച്ച വയസ്സ് എന്നിവയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ ക്രമത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു വിവരണമാണ് ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. തന്റെ പേരിന് അർപ്പണബോധമുള്ള അല്ലെങ്കിൽ പരിശീലനം നേടിയ അല്ലെങ്കിൽ അച്ചടക്കമുള്ള ഒരു വ്യക്തി എന്നതാണ് അർത്ഥം. ഹാനോക്ക് എന്ന മനുഷ്യൻ ഈ അധ്യായത്തിൽ ഒരിടത്ത് രംഗപ്രവേശനം ചെയ്യുന്നു. പിതാവായതിനു ശേഷം അദ്ദേഹം 300 വർഷം ദൈവത്തോടൊപ്പം നടന്നു എന്നാണ് നാം വായിക്കുന്നത്. ഉൽപ്പത്തി 5-ാം അധ്യായത്തിൽ ആദാം മുതൽ നോഹ വരെയുള്ള 9 പേരെ പരാമർശിച്ചിട്ടുണ്ട്. അവരുടെ ദീർഘമായ കാലയളവുകൾ ശ്രദ്ധിച്ചാൽ പലരും അവരുടെ പൂർവ്വപിതാക്കന്മാരുമായും അവരുടെ പിൻതലമുറക്കാരുമായും ജീവിതകാലങ്ങൾ ഇടകലർന്ന് ജീവിച്ചതായി കാണാം. സമയദൈർഘ്യം കണക്കുകൂട്ടുകയാണെങ്കിൽ ഏകദേശം 2000 വർഷത്തെ ചരിത്രത്തെ ഉൾക്കൊള്ളുന്നതാണ് ഈ അധ്യായത്തിലെ വംശാവലി. ഈ കാലയളവിൽ ആയിരക്കണക്കിന് ആളുകൾ ഭൂമിയിൽ ജനിച്ചിരിക്കാം. എന്നാൽ അവരിൽ 2 പേർ മാത്രമാണ് കർത്താവിനോടൊപ്പം നടന്നു എന്ന് പ്രത്യേകമായി പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഒരാൾ ഹാനോക്കും മറ്റൊരാൾ നോഹയും. എല്ലാവരും ഒരു സാധാരണ ഇടത്തരം ജീവിതം നയിക്കുന്നതുകൊണ്ട് നാമും അങ്ങനെ ജീവിക്കണം എന്നില്ല. ഭൂരിഭാഗം വിശ്വാസികളും ശീതോഷ്ണവാന്മാരായി ജീവിക്കുന്ന ഒരു തലമുറയിൽ തന്നോടൊപ്പം നടക്കുവാൻ തയ്യാറുള്ള വ്യക്തികളെ ദൈവം അന്വേഷിക്കുന്നു. ഈ അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്ന ബാക്കിയുള്ള 8 പേരുടെ ശരാശരി ആയുസ് 929 വർഷങ്ങൾ. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹാനോക്ക് ജീവിച്ചത് 365 വർഷം മാത്രം. എന്നിരുന്നാലും ആ ജീവിതം ഈ ലോകത്തിൽ മായാത്ത മുഖമുദ്ര പതിപ്പിക്കുകയും
ദൈവം മുമ്പാകെ പ്രസാദകരമായി തീരുകയും ചെയ്തു. ഒരു വ്യക്തി ഈ ലോകത്തിൽ എത്ര കാലം ജീവിച്ചു എന്നതല്ല പ്രത്യുത, താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചായിരുന്നോ ജീവിച്ചത് എന്നതാണ് പ്രധാനം. ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ ദൈവവുമായി അടുത്ത കൂട്ടായ്മയിൽ നടന്നു എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് ഹാനോക്കും ദൈവവുമായി നിരപ്പ് പ്രാപിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിശ്വാസത്താലുള്ള നീതീകരണം കൂടാതെ ആർക്കും ദൈവവുമായുള്ള സഹവാസം സാധ്യമല്ല. ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായം 3-ാം വാക്യം ശ്രദ്ധിക്കുക. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ദൈവവും ഹാനോക്കും തമ്മിൽ ജീവിത ദർശനത്തിൽ ഐക്യമുണ്ടായിരുന്നതിനാൽ അവർക്ക് ഒരുമിച്ച് നടക്കുവാൻ സാധിച്ചു. അതിനർത്ഥം ഹാനോക്ക് ദൈവം പറഞ്ഞതിനോട് യോജിക്കുകയും അവന്റെ വചനങ്ങളിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്തു എന്നാണ്. ദൈവത്തോട് അനുസരണയുള്ള ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചത്. ദൈവത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. മെഥൂശലഹനെ ജനിപ്പിച്ച ശേഷം അവൻ ദൈവത്തോടൊപ്പം നടന്നുവെന്നും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് മറ്റ് പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നതായും നാം വായിക്കുന്നു. ദാമ്പത്യ ജീവിതവും കുട്ടികളെ വളർത്തുന്നതും ഒന്നും ദൈവത്തോടൊപ്പം നടക്കുന്നതിന് തനിക്കൊരു തടസ്സമായിരുന്നില്ല. ദൈവത്തോടൊപ്പം നടക്കുവാൻ നാം ആശ്രമത്തിലോ മലയിലോ മറ്റേതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിലോ പോയി തനിച്ച് ജീവിക്കേണ്ടതില്ല. നാം കുടുംബസ്ഥരായിരിക്കുമ്പോൾ തന്നെ ദൈവവുമായി അടുത്ത കൂട്ടായ്മയിൽ നടക്കുവാനും ദൈവം നമുക്ക് നൽകിയ വേലയും ശുശ്രൂഷയും നിവർത്തിക്കുവാനും നമുക്ക് സാധിക്കും. എബ്രായർ 11-ന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നാണ്. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ദൈവത്തോടൊപ്പം വിശ്വാസത്തിൽ നടക്കുന്നത് തനിക്ക് ശുദ്ധവായു ശ്വസിക്കുന്നതിന് സമമായിരുന്നു. ആദ്യ വാക്യം പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു എന്നാണ്. അവൻ എപ്പോഴും കർത്താവിനോടൊപ്പം ഉണ്ടായിരിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അതിനപ്പുറം ഉള്ളത് അവൻ കണ്ടില്ല. എന്നിട്ടും അവനത് പ്രതീക്ഷിക്കുകയും വിശ്വാസത്തോടെ അത് അന്വേഷിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഹാനോക്കിനെ എടുത്തതിനാൽ അവന്റെ ആഗ്രഹത്തിന് ദൈവം പ്രതിഫലം നൽകി. അവൻ ആഗ്രഹിച്ച പ്രതിഫലം ഈ ഭൂമിയിലെ ദീർഘകാല ജീവിതമോ ഭൗതിക സമ്പത്തോ ലൗകികമായ മറ്റെന്തെങ്കിലും ആയിരുന്നില്ല. അവന്റെ സന്നിധിയിൽ എന്നേക്കും ഇരിക്കാനുള്ളതായിരുന്നു തന്റെ ആഗ്രഹവും വാഞ്ചയും. അതവൻ അന്വേഷിക്കുകയും അത് പ്രാപിക്കുകയും ചെയ്തു. അതാണോ നാം കൊതിക്കുന്ന പ്രതിഫലം? അതേ വാക്യത്തിൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. നമുക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാകും? ഈ ലോകക്കാർ അവരുടെ ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്തുവാൻ പലതും ചെയ്യുന്നതായി നാം കാണും. എന്നാൽ വിശ്വാസമില്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ലെന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയും. അനുദിനവും ദൈവത്തെ അന്വേഷിക്കുവാൻ വിശ്വാസം നമ്മെ പ്രേരിപ്പിക്കുകയും അവനുമായുള്ള യോജിപ്പിലും വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന അനുസരണത്തിലും ദൈവവുമായുള്ള അടുത്ത കൂട്ടായ്മ ബന്ധം നമുക്ക് സാധ്യമാണ്. യൂദയുടെ ലേഖനം അതിന്റെ 14-15 വാക്യത്തിൽ ഹാനോക്ക് നടത്തിയ ഒരു ശ്രദ്ധേയമായ ഒരു പ്രവചനമുണ്ട്. അതിങ്ങനെയാണ് നാം വായിക്കുന്നത്. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഒന്നാമതായി തന്റെ നാളിലെ തെറ്റായ പഠിപ്പിക്കലിനെയും ഭക്തികെട്ട ജീവിതത്തെയും ശക്തമായി അപലപിക്കുവാൻ ഹാനോക്കിന്റെ വിശ്വാസം അവനെ പ്രേരിപ്പിച്ചു. കൂടാതെ ക്രിസ്തു രാജാതി രാജാവായും കർത്താതി കർത്താവായും ഭക്തികെട്ടവരെ വിധിപ്പാൻ വരുന്ന ന്യായവിധിയുടെ അവസാന നാളുകളെക്കുറിച്ച് അദ്ദേഹത്തിന് പ്രാവചനിക ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു. അവൻ കർത്താവിനോടൊപ്പം നടക്കുമ്പോൾ വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതുകൊണ്ട് കർത്താവിനോടൊപ്പം നടക്കുക എന്നതിനർത്ഥം നിങ്ങൾക്ക് കർത്താവിൽ നിന്ന് ലഭിച്ചതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവെക്കുകയും മറ്റുള്ളവർക്ക് വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുക എന്നതാണ്. യാഗങ്ങളിലൂടെയും നിഴലുകളിലൂടെയും ദൈവം രക്ഷയുടെ രൂപരേഖ അനാവരണം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ യുഗത്തിന്റെ അവസാന നാളുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യം ദൈവം ഹാനോക്കിനെ കാണിക്കുന്നു.
സങ്കീർത്തനങ്ങൾ 25:14 നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. സദൃശ്യവാക്യം 3:32 ഇങ്ങനെ ഇങ്ങോട്ട് വായിക്കുന്നു, വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു, നീതിമാന്മാർക്കോ അവന്റെ സഖ്യതയുണ്ട്. അവസാനമായി വരും തലമുറയ്ക്ക് നല്ലൊരു മാതൃക വെച്ചുകൊണ്ടായിരുന്നു താൻ കടന്നുപോയത്. ഹാനോക്ക് എടുക്കപ്പെട്ടതിന് 69 വർഷങ്ങൾക്ക് ശേഷം നോഹ എന്നു പേരുള്ള ഒരു കൊച്ചുമകൻ തന്റെ തലമുറയിൽ ജനിച്ചു. നോഹ ജനിക്കുമ്പോൾ മുത്തച്ഛനായ മെതുശലേഹിന് 369 വയസ്സായിരുന്നു. കർത്താവിനോടൊപ്പമുള്ള ഹാനോക്കിന്റെ അനുഗ്രഹീതമായ ജീവചരിത്രം അദ്ദേഹം കേട്ടിട്ടുണ്ടാകുമെന്നതിൽ സംശയമില്ല. നോഹ കർത്താവിനോടൊപ്പം നടക്കുവാൻ തീരുമാനിച്ചു. അവന്റെ തലമുറയിൽ ദൈവം അവനെ നീതിമാനായി കണ്ടെത്തി. കർത്താവിനോടൊപ്പമുള്ള നിങ്ങളുടെ നടപ്പ് നിങ്ങളുടെ വിശ്വാസം പിന്തുടരുവാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചേക്കാം. ചുരുക്കി പറഞ്ഞാൽ, ദുഷ്ടതയുടെയും അഭക്തിയുടെയും ഒരു യുഗത്തിൽ ഹാനോക്ക് വ്യത്യസ്തനായിരുന്നു. ദൈവവുമായി അടുത്ത സഹവാസത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഉത്സാഹത്തോടെ ശ്രമിച്ച വിശ്വസ്തനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. കർത്താവിനോടൊപ്പം നടക്കുവാൻ അവന്റെ കുടുംബം അവനൊരു തടസ്സമായിരുന്നില്ല. ഭാവി വിധിയുടെ രൂപരേഖ ദൈവം അവനുമായി പങ്കുവച്ചു. ഭാവി തലമുറയ്ക്ക് അദ്ദേഹം മാതൃകയായി. അവൻ കർത്താവിനോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിച്ചു. ദൈവം അവനെ തന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രതിഫലം നൽകുകയും ചെയ്തു. എബ്രായലേഖനം 13:7 നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. അനുദിനവും ദൈവത്തോടൊപ്പം നടക്കുവാൻ വാഞ്ചിക്കുന്ന വിശ്വാസ വീരന്മാരാകുവാൻ നല്ല കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദാവീദ് 23-ാം സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. അവനെ അനുകരിച്ചും അവനെ അനുസരിച്ചും കൊണ്ട് അനുഗമിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദാസൻ യാക്കോബെ പോൽ രാഖ